ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബൂട്ട്സ്ട്രാപ്പ് എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടെയ്നറിനകത്തായിരിക്കും നമ്മളെല്ലാം എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കണ്ടെയ്നർ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് div ക്ലാസ് ഈക്വൽ ടു ടേബിൾ കസ്റ്റം എന്ന് പറയുന്ന ഒരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതെന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ടേബിൾ കസ്റ്റം എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്ത് ചെയ്യുക, ടേബിൾ എഴുതണം അല്ലേ. അതിനായിട്ട് ടേബിൾ എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. ടേബിൾ. ഇനി എന്ത് വേണം, ടേബിളിനൊരു ഹെഡ് വേണം അല്ലേ. അതിനായിട്ട് ഹെഡ്, ടേബിളിൻ്റെ ഹെഡിനുള്ള ടാഗാണ് ഹെഡ് യൂസ് ചെയ്യാതെ നമുക്ക് TR യൂസ് ചെയ്തുകൊണ്ടും TH യൂസ് ചെയ്തുകൊണ്ടും എഴുതാം. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോഴത്തെ രീതിയിൽ എഴുതുന്നത് ഹെഡ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഹെഡ് ഓപ്പൺ ചെയ്തു. അതിനകത്തൊരു TR എന്ന് പറഞ്ഞാൽ എന്താ, ടേബിളിൻ്റെ ഒരു റോ സ്റ്റാർട്ട് ചെയ്യണം. അതിനായിട്ടാണ് TR നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഹെഡ് ആയതുകൊണ്ട് TH എന്ന് കൊടുത്തു. THനകത്ത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സീരിയൽ നമ്പർ കൊടുത്തു. അടുത്ത കോളത്തിനായിട്ട് അടുത്തൊരു TH, അതിനകത്ത് സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളത് കൊടുത്തു. അടുത്തൊരു THനകത്ത് അഡ്രസ്സ് കൊടുത്തു. അഡ്രസ്സ് എന്നുള്ളത് കൊടുത്തു. അടുത്തൊരു THനകത്ത് ഈ ഓരോ THും ഓരോ കോളംസാണ്. അടുത്തൊരു കോളത്തിനകത്ത് ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങൾ നമ്മളതിൽ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇതിപ്പോൾ അതിൻ്റെ ഹെഡുകളാണ് നമ്മൾ കൊടുത്തതല്ലേ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഹെഡിൻ്റെ താഴെയായിട്ട് ബോഡി സ്റ്റാർട്ട് ചെയ്യണം. ബോഡി കൊടുത്തു. ബോഡിക്കകത്ത് എന്ത് ചെയ്യാം, ഒരു TR സ്റ്റാർട്ട് ചെയ്യണം. ഒരു റോ സ്റ്റാർട്ട് ചെയ്തു. ടേബിൾ റോ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് TD, ഇത് ഹെഡല്ല. ഹെഡാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, TH കൊടുത്തു അല്ലേ. ഇതിപ്പോൾ അതിൻ്റെ കണ്ടൻറ്റാണ്. അപ്പോൾ നമ്മൾ TD ആണ് യൂസ് ചെയ്യുക. അതായത് സീരിയൽ നമ്പറിൻ്റെ താഴെ 1 എന്നുള്ളത് കൊടുത്തു. അടുത്തൊരു TDക്കകത്ത് സ്റ്റുഡൻറ്റിൻ്റെ നെയിം രമേഷ് എന്നുള്ളൊരു പേര് കൊടുത്തു. അടുത്തൊരു TDക്കകത്ത് അഡ്രസ്സ് കേരള എന്നുള്ളൊരു ഇത് കൊടുത്തു, അഡ്രസ്സായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഫോൺ നമ്പർ അത് അടുത്തൊരു TDക്കകത്ത് കൊടുത്തു. സാമ്പിളായിട്ട് ഒരു ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു അല്ലേ. ഒരു ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ എന്താ, സംഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്, പക്ഷേ റെസ്പോൺസീവ് അല്ല അല്ലേ. അപ്പോൾ ഇതിനെ റെസ്പോൺസീവ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ടേബിളിൻ്റെ അകത്ത് ക്ലാസ് ഈക്വൽ ടു ടേബിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആഡ് ചെയ്യുക. അത് ബൂട്ട്സ്ട്രാപ്പിൻ്റെ ക്ലാസ്സാണ്. എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായി, അത് വന്നു അല്ലേ, കുറച്ച് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബൂട്ട്സ്ട്രാപ്പിൻ്റെ തന്നെ പലതരം ടേബിളുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ റെസ്പോൺസീവ് ആഡ് ചെയ്യാം, ക്ലാസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ടേബിൾ ബോർഡേഡ് എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അപ്പോൾ ടേബിൾ ബോർഡേഡ് കൊടുത്ത് എന്തായി, ഒരു ബോർഡറുള്ള ടേബിൾ വന്നു അല്ലേ. ഇനി ഇത് നമുക്ക് മൊബൈൽ വ്യൂവിൽ നോക്കാം. മൊബൈൽ വ്യൂവിൽ ഇങ്ങനെ പ്രശ്നമില്ല, പക്ഷേ കൂടുതൽ ഫീൽഡുകൾ വരുന്ന സമയത്ത് മൊബൈൽ വ്യൂവിൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ വേറെ 2-3 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, ഇതിനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വയ്ക്കാം. അതായത് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ടാണ്.
കാണിച്ചു തരാം. സ്റ്റുഡൻറ്റ് ഇമെയിൽ. ഇത് നമ്മളെ മൊബൈൽ വ്യൂവിൽ നോക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ല. ചില സന്ദർഭങ്ങളിൽ ഇത് ഒരുപാട് കൂടുതൽ ലെങ്ത് ആവുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഇത് തന്നെ കുറച്ച് കോപ്പി ചെയ്ത് കണ്ടിട്ട് കഴിഞ്ഞാൽ ഇതിന് തന്നെ കൂടുതൽ ലെങ്ത്ത് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ, താഴെ സ്ക്രോൾ ഉണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് റെസ്പോൺസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിനായിട്ടാണ് ഞാൻ ഇവിടെ ഒരു ക്ലാസ് എഴുതിയിരിക്കുന്നത്, ടേബിൾ കസ്റ്റം എന്ന് പറയുന്ന ക്ലാസ് എഴുതിയിരിക്കുന്നത്. ഇതിനെ ഇവിടെ നമ്മൾ ക്ലാസ്സിന് നമ്മൾ കസ്റ്റം സ്റ്റൈൽ എഴുതാം. വിഡ്ത്ത് 100% കൊടുക്കുക. അതുപോലെ തന്നെ ഓവർഫ്ലോ എക്സ് ആക്സിസിൽ സ്ക്രോൾ എന്നുള്ളൊരു പ്രോപ്പർട്ടി കൊടുക്കുക. അപ്പോൾ എന്താവും, ഈ താഴെയുള്ള സ്ക്രോള് മാറിക്കിട്ടി. അപ്പോൾ ആ പേജിന് മൊത്തത്തിലുള്ള സ്ക്രോള് മാറിയിട്ട് ആ ടേബിളിന് മാത്രമായിട്ടുള്ള സ്ക്രോളായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ റെസ്പോൺസിനെ അത് ബാധിക്കില്ല. അതിനായിട്ടാണ് ഞാൻ ആ ക്ലാസ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്കിതിനെ അതുപോലെ തന്നെ ഇതിന് കുറച്ച് മാർജിൻ കൊടുക്കാം. മാർജിൻ ടോപ്പ് 50 പിക്സൽ മാർജിൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ടേബിൾ ഹെഡിന് വേണമെങ്കിൽ കളർ കൊടുക്കാം അല്ലേ. അത് കൊടുക്കേണ്ട രീതി ഇവിടെ ബൂട്ട്സ്ട്രാപ്പിനകത്ത് നോക്കിയാൽ കാണും. അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ആ മെത്തേഡ്, ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഓവർ റൈഡ് ചെയ്ത് എഴുതാം അവിടെ. അതായത് അവിടെയുള്ള ക്ലാസ്സിനെ നമ്മൾ ഇവിടെ ഓവർ റൈഡ് ചെയ്ത് എഴുതാണ് ചെയ്യുന്നത്. ഇനി നോക്കിയാൽ അവിടെ മാറിയതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്റ്റുഡൻറ്റ് ആ ഹെഡിൻ്റെ കളറും കൂടെ ഒന്ന് മാറ്റാം. ഇപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് മാറ്റിയത്. കളർ എന്താക്കാം, വൈറ്റ് ആക്കാം. വൈറ്റ് ആയില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടേബിൾ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.